Good afternoon all. Good afternoon. Good afternoon, miss. കഴിഞ്ഞ ക്ലാസ്സില് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ആണ് നമ്മൾ നോക്കിയത് അല്ലേ? സോ കുറച്ചുകൂടെ എക്സാമ്പിൾസ് വേണമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ചെയ്ത് നോക്കിയാലോ? ചെയ്യാം. റെഡിയാണോ? ഈ ടേബിള് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. ഇത് പഠിച്ചേക്കണം. അതായത് ഹെൽപ്പിംഗ് വേർബ് ചേഞ്ച് ആവുന്നത് ഡയറക്റ്റ് നിന്ന് റിപ്പോർട്ടിലേക്ക് മാറ്റുമ്പോ ഡയറക്റ്റ് നിന്ന് ഇന്റേണലിലേക്ക് മാറ്റുമ്പോ ഹെൽപ്പിംഗ് വേർബിന് വരുന്ന ചേഞ്ചസ് ആണ് ഈ ടേബിളിൽ കാണുന്നത്. ഈസ് വാസ് ആവും, ആം വാസ് ആവും. ഓക്കെ, ഇത് സോ പഠിച്ചു വെക്കണം. നെക്സ്റ്റ് പ്രൊണൗൺസിന് വരുന്ന ചേഞ്ചസ് ആണിത്. ഇതും പഠിച്ചു വെക്കാം. ഈ ടേബിൾ ഞാൻ അപ്ലോഡ് ചെയ്ത് വെക്കാം. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താ ഓപ്ഷൻസ് വേണോ? ഞാൻ സെന്റൻസ് പറയട്ടെ, അതൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? നോക്കാം. I'm going out. I'm going out. That speech in the speech like മാറ്റു. I am going out. എങ്ങനെയാ വരാത്? I am going out. ഒന്ന് പറഞ്ഞു നോക്കിയേ, എങ്ങനെയാ വരാ? ഐ എന്താവും? I am going out എന്ന് പറയുന്ന ഒരു ബോയ് ആണ്. He said I am going out. അപ്പോ ഇന്റെ സ്പീച്ചില് എന്താ വരാ? ഓക്കെ, ഐ എന്ന് പറഞ്ഞ ഹി ആണ്. സോ he said that അങ്ങനെ പറയണം അല്ലെ? He said that. He said that. He was. എങ്ങനെയാ വരാ? He said that he was going out. ആണോ? I am എന്ന് പറയുന്നത് എന്താവും? Was ആകും. അപ്പോ he was going out. Yeah, he was going out. Clear ആയോ? നമുക്ക് ഇതേപോലെ ഓരോന്നോരോന്ന് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ആൻസർ പറയാൻ ശ്രമിക്കൂ. Harry said that. Harry said that. Sorry, Harry said that. Harry said, I have bought a pen. I have bought a pen. Harry said, I have bought a pen. Harry said, I have bought a pen. Answer എന്താ വരാ?
എങ്ങനെയാ വരാ? ഹരി said I have got a pen. ഇന്റേർട്ടിൽ എങ്ങനെയാ വരാ? ഇന്റേർട്ടിൽ എങ്ങനെയാ വരാ? Harry said that he had bought a pen. He said that he had bought a pen. Yeah. Harry said that he had bought a pen. Here. Next. He says, I'm very busy. He says, I'm very busy. എങ്ങനെയാ വരാ? He says that he was very busy. He was very busy അല്ലേ? He says that he said അല്ല, he says ആണ് വരാ. He said that he was very busy. അങ്ങനെയാ വരാ കേട്ടോ. Next. Are you coming with me? Are you coming home with me? He asked. Okay. Asked. Are you coming home with me? He asked. Are you coming home with me? He asked. എന്താ വരാ? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, അത് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആവുമ്പോൾ എന്താണ് വരാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻസർ പറയൂ. Are you coming home with me? ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആയി കഴിഞ്ഞാൽ എന്താ എന്ത് വരും ഞാൻ പറഞ്ഞേ? Whether or if. Yeah. അപ്പൊ അത് ആഡ് ചെയ്തിട്ടൊന്ന് പറയാൻ പറ്റും നോക്കൂ. He asked. എന്ത് വരും? He asked whether. Are you coming home with me? Are you? Are you എന്താവും? ആരെന്തൊന്നും പറയാതെ പറയൂ.
He asked whether he asked whether I was going home with him. He asked whether I was going home with him. Confusion ആവുന്നുണ്ടോ? Are you coming എന്ന് പറഞ്ഞപ്പോ ഒരു ഡൗട്ട്. എനിക്ക് തോന്നി ഐ യു കം എന്ന് പറയുമ്പോ യു പറയുമ്പോൾ എന്താണ് ഐ ആയിരിക്കും വരാ അല്ലെ? തിരിച്ചത് ഐ അല്ലേ വരാ? ഐ. ആർ വരുമ്പോ ആം വരും. ഐ ആവുമ്പോ യുവിന്റെ കൂടെ ആറാണ് വരാ. ഐ വരുമ്പോ ആം അല്ലേ വരാ? അല്ലെ? ഇവിടെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആർ യു എന്ന് പറയുമ്പോ ക്വസ്റ്റ്യൻ ആണ്. അതിന് നേരെ തിരിക്കുമ്പോ യു ആർ ആണ് വരാ. യു ആർ അല്ലെ? യു ആർ ആയതുകൊണ്ട് അത് ഇന്ററിലേക്ക് വരുമ്പോ എന്താ യു എന്താവും? ഐ ആവും. ആർ എന്താവും? ആം ആവും. യുവിന്റെ കൂടെയാണ് ആർ വരാ. ഐയുടെ കൂടെ എന്താണ് ആം വരും അല്ലെ? അപ്പൊ ആം എന്താവും? അവിടെ വാസ് ആയിട്ട് വരും. അങ്ങനെയാ വരാ. ഐ വാസ് ഗോയിങ് ഹോം വിത്ത് ഹിം. മീ എന്താവും? ഹിം ആവും അല്ലെ? ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? The teacher said to him, do not read fast. The teacher said to him, do not read fast. ആദ്യം തന്നെ ഈ സെന്റൻസ് എന്താണെന്ന് നോക്കാം. സെന്റൻസ് എന്താണ്? ടീച്ചർ പറയാണ് അല്ലെ കുട്ടികളോട് ഡു നോട്ട് റീഡ് ഫാസ്റ്റ്. അത് എന്താണ്? ഇംപരേറ്റീവ് സെന്റൻസ്. അതാണ്. പക്ഷെ ടീച്ചർ പറയുമ്പോ എന്തായിട്ടത് പറയാ? റിക്വസ്റ്റ് ആയിട്ടാണ്, അഡ്വൈസ് ആണ്. അപ്പൊ എന്താ വരാ? ഇൻഡയറക്ട്ലി എന്താ വരാ? ടീച്ചർ അഡ്വൈസ്ഡ്. ടീച്ചർ അഡ്വൈസ്ഡ് ഹിം എന്നാ വരാ അല്ലെ? ആക്കി പറയൂ. Teacher advised him. പറയൂ, ബാക്കി പറയൂ നിങ്ങള്. Teacher advised him. Teacher advised him to not read fast. Not to read so fast. അങ്ങനെയാ വരാ. Teacher advised him not to read so fast. Let me write the exam. Let me write the exam. The student said to the teacher. Let me write the exam. The student said to the teacher.
ഇതെന്താണ്? ഈ സെന്റൻസ് എന്താണ്? റിക്വസ്റ്റ് ആണ് അല്ലെ? അപ്പോ ആരാണ് റിക്വസ്റ്റ് ചെയ്യണേ? Students. അപ്പൊ എങ്ങനെയാ വരാ? എന്താ വരാ? The student is requested to the teacher. ആൻസർ പറയൂ. ആൻസർ എന്തായിരിക്കും? The student requested the teacher. To the teacher. The student requested the teacher to അല്ലെ? To let me write the exam. എങ്ങനെയാ വരാ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. They said we must wait for the result. You must wait for the result. We must wait for the result. He said we must wait for the result. നിങ്ങളത് പറയാൻ പറ്റുമോ നോക്കിയോ? എന്താ ആൻസർ എന്താ വരാ? മസ്റ്റ് എന്തായിട്ട് വരും? ഈ ടേബിളിലോട്ട് നോക്കിയേ. അതാണ് പറഞ്ഞ ടേബിൾ പഠിക്കാൻ. ടേബിളിൽ നോക്കിയേ. മസ്റ്റ് എന്തായിട്ട് വരും? ഹാഡ് ടു ആയിട്ട് വരും അല്ലേ? അങ്ങനെയാ വരാ കേട്ടോ. മസ്റ്റ് ഹാഡ് ടു ആയിട്ട് വരും. അപ്പൊ സെന്റൻസ് എന്തായിട്ട് വരും എന്ന് പറഞ്ഞേ. ആൻസർ ഒന്ന് പറഞ്ഞു നോക്കിയപ്പോ. He said we must wait for the results എന്ന് പറയുമ്പോ he said that we എന്താകും? വി എന്താകും? ടേബിളിൽ നോക്കൂ. വി എന്താകും? they. അപ്പോ വി മസ്റ്റ് ആണ് പറഞ്ഞത്. വി ദേ ആകും. മസ്റ്റ് എന്താകും? Had to. അപ്പോ he said that they had to wait for the results. ഇതാണ് ആൻസർ. നിങ്ങളിത് പഠിക്കാണ്ട് നിങ്ങൾക്ക് കിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? He asked me what are you doing? He asked me what are you doing? He asked me what are you doing?
സോ ആൻസർ എന്താ വരാ? He asked me, what are you doing? ആൻസർ എന്ത് വരും? ഇവിടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയുണ്ട്, വാട്ട് അങ്ങനെ തന്നെയുണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. He asked me, അത് അങ്ങനെ തന്നെ വരാം. He asked me വാട്ടും അങ്ങനെ തന്നെ വരും. അപ്പൊ he asked me what. പിന്നെ മാറ്റേണ്ടത് are you മാത്രമാണ്. are you എന്തായി വരും? are you എന്തായിട്ട് വരും? Were I. are you ന്ന് തിരിച്ചിട്ടേ you are അല്ലേ? you are എന്തായിട്ട് വരും? you എന്തായി വരും? I. I ആകും. are എന്താകും? was അല്ലേ? അത് മറക്കല്ലേ, was ആണ്. I was doing ആണ് വരാ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നോ? ഡയറക്റ്റും പഠിച്ചിരുന്നോ? അത് നോക്കിയിട്ടുണ്ട്. പഠിച്ചാൽ ഇത് കിട്ടിയാനില്ലേ? ആരും ആൻസറും പറയുന്നില്ല. എന്താരും പറയാത്തേ? Ramu said, I have finished my work. Ramu said, I have finished my work. ഇതെങ്കിലും നിങ്ങൾ പറയണം കേട്ടോ. ഇത് പറയാതെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കില്ല. കാരണം നിങ്ങൾ പഠിക്കാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് സിമ്പിൾ ആണ്. ഇത്രയും സിമ്പിൾ പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ? Ramu said that he had finished his work. Yeah, correct അല്ലേ? Ramu said that He had finished his work. Ramu said that he had finished his work. ഇത്രയേ ഉള്ളൂ. Next. He asked him, where does the doctor live? Where does the doctor live? Where does the doctor live? He asked, where does the doctor live? എങ്ങനെ വരാം? He asked, where does the doctor live? WH questions കണ്ടാല് ആ WH ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എടുത്ത് താഴെ എഴുതാം. ഓക്കെ, ഇന്റർവെല്ലില് ആ WH ക്വസ്റ്റ്യൻസ് അങ്ങനെ നിങ്ങൾ പോരും. യാതൊരു ചേഞ്ച് ഉണ്ടാവില്ല.
ചേഞ്ച് വരുന്നത് ആ ക്വസ്റ്റ്യനിന്റെ ശേഷമായിരിക്കും. ആൻസർ എന്താ വരാ? ആരും പറയുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കും. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ചോദിച്ചിട്ടിരുന്നല്ല, വെറുതെ ഈ സമയം വേസ്റ്റ് ആവുന്നല്ലാണ്ട് വേറൊരു ഗുണമില്ല. Asked that where does the doctor live? തെറ്റല്ലേ സ്വാതി? ഡസ്റ്റ് തന്നെയായിരിക്കും. ആ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ പറയണേ. ഓക്കെ, സോ ഡയറക്റ്റും ഇൻഡയറക്റ്റ് സ്പീച്ചും ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ ആൻസർ ചെയ്യാൻ വേണ്ടി നോക്കാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള പോർഷൻസ് ഉണ്ടോ? ആദ്യം തന്നെ ഇതൊന്ന് പഠിക്കുക നന്നായിട്ട്. ഡയറക്റ്റും ഇൻഡയറക്റ്റും ഞാൻ തന്നെ നോട്ടും ഇട്ടകളും എല്ലാം വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് അത് ഞാൻ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ പറ്റി നോക്കാം. ക്ലിയർ ആണോ? പറയൂ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ്. അതല്ലേ നല്ലത്. നമ്മളിങ്ങനെ പറയുന്നതോട് വെറുതെ സമയം വേസ്റ്റ് ആവേണ്ടേ? ഇത് തോന്നുന്നു നിങ്ങൾക്ക്? ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെന്ന് വെച്ചാൽ അത് ചെയ്ത് നോക്കാം. എന്തോ ക്വസ്റ്റ്യൻസ് നേരത്തെ തരാന്ന് വെച്ചാൽ അത് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് നല്ലത്. സോ അപ്പൊ അത് സോൾവ് ആയി. ഇനിയിപ്പോ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് പോർഷൻ ആ വേണ്ടേ പറയാവോ? ഒരുവിധം നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ ഏത് പോർഷൻ ആണെന്നുള്ളത് പറയൂ. ഒന്ന് പറയാവോ? ആരെങ്കിലും പറയാവോ? എന്താ ഒന്നും പറയാത്തേ? പറയൂ എന്തെങ്കിലും. ഏത് പോർഷൻ ആണ്? നമ്മൾ ടെൻസ് എല്ലാം പറഞ്ഞല്ലേ? ടെൻസ് പറഞ്ഞു, ഡയറക്റ്റ് പറഞ്ഞു, പാസീവ് വോയിസ് പറഞ്ഞു. ഇനി പിന്നെ ഏത് പോർഷനാ വേണ്ടത് നിങ്ങൾക്ക്?
സിനോണിംസ് ആന്റണിംസ് വേണോ? നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാതെ ഞാൻ എന്താ പറയാ? പറയൂ എന്തെങ്കിലും. നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോർഷനോ അല്ലെങ്കിൽ ഡൗട്ടുള്ള പോർഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാവോ? ഒന്ന് പറയാവോ? ദിവ്യ ഒന്ന് പറയാവോ? ഫ്രേസിൽ അറിയുമോ? ഫ്രേസൽ വേർബ്സ്, ഫ്രേസൽ വേർബ്സ് നോക്കാം. അത് പറയുമ്പോ എന്തോ നോട്ട് എഴുതെടുത്തോളോ? കോൾ ഓഫ് എന്താ? കോൾ ഓഫ് കോൾ ഓഫ് കോൾ ഓഫ് എന്ന് പറയൂ. കോൾ ഓഫ് കോൾ ഓഫ് ക്യാൻസൽ ആണ്. ക്യാൻസൽ. ഓക്കെ, കോൾ ഓഫ് ക്യാൻസൽ. ചെക്ക്ഔട്ടും ചെക്കിനൊക്കെ അറിയാലോ? അറിയാലോ? പുട്ട് ഓഫ് എന്താ? പുട്ട് ഓഫ് ഫ്രേസൽ വേർബ്സ് നിങ്ങൾക്ക് അറിയാമോ? എടുക്കുക എന്നല്ലേ മലയാളം മീനിങ്? എന്തോ? എടുക്കുക എന്നല്ലേ മലയാളം മീനിങ് പുട്ട് ഓഫ്? പുട്ട് ഓഫിന്റെ ഫ്രേസൽ വേർബ് എങ്ങനെയാ വരാ? പുട്ട് ഓഫ് എടുക്കുക എന്നല്ല, പോസ്റ്റ്പോൺ ചെയ്യുക. പോസ്റ്റ്പോൺ. പോസ്റ്റ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ലേറ്റർ ഡേറ്റ്, നീട്ടി വെക്കുക. അറേഞ്ച് date. Arrange a later date. Of. Top means നീട്ടി വെക്കുക എന്നാണ് top. Top. Next, put on. Put on. Put on എന്ന് പറയുമ്പോ എന്തെങ്കിലും ഓണാക്കാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഓണാക്കാം. എന്നുവെച്ചാല് സ്വിച്ച് ഓൺ ചെയ്യാൻ പറയാം. അതും പുട്ട് ഓൺ തന്നെയാണ്. ഓക്കെ, പുട്ട് ഓൺ ദ സ്വിച്ച് എന്ന് പറയുകയാണെങ്കിൽ ഓൺ ചെയ്യുക എന്നായിരിക്കാം. ഓക്കെ, ദെൻ അപ്പോ ഡ്രസ് ഇടുന്ന കാര്യത്തിലാണെങ്കിൽ നമുക്ക് പുട്ട് ഓൺ പറയാം, വേറെ പറയാം. ഓക്കെ, ഡ്രസ് ഇടുക എന്ന് പറയുമ്പോൾ വേറെ പറയാം. ഓക്കെ, അപ്പൊ സ്വിച്ച് ഓൺ വേറെന്നും പറയും പുട്ട് ഓണിന്. ഓക്കെ,
Next, put out. Put out എന്ന് പറയുമ്പോ ഞാൻ ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട് നോക്കിയതാ. എക്സ്റ്റിങ്ക്വിഷ് എന്ന് പറയാം, എക്സ്റ്റിങ്ക്വിഷ് അന്നോയ്ഡ്, അതായത് കെടുത്തുക എന്നൊരു പേര്, കെടുത്തുക. പിന്നെ അലട്ടുന്ന, അന്നോയ് ചെയ്യുക എന്ന് പറയുമ്പോൾ അലട്ടുന്ന എന്നൊക്കെ വരും. പുട്ടപ്പ് എന്താ? പുട്ടപ്പ് എന്തെങ്കിലും ബിൽഡ് ചെയ്യുക, റൈസ് ചെയ്യുക, അതായത് നിർമ്മിക്കുക എന്നൊക്കെ വരും മീനിങ് ആണ്. ഇത് ഞങ്ങൾക്ക് നോട്ട് തന്നാ മതിയാവോ? മിസ് ഇപ്പൊ പറഞ്ഞതിന്റെ മീനിങ് ഒന്നുകൂടെ പറഞ്ഞേ. പുട്ടപ്പ് പുട്ടപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാനാണ്. ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ബിൽഡ്, റൈസ് ചെയ്യുക, ബിൽഡ് ചെയ്യുക, അങ്ങനെ പുട്ടപ്പ്. BUILD അല്ലേ? BUO മിസ്റ്റേക്ക് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ല. BU അതിനെയാണ്, കറക്റ്റ് ആണ്. BUILD ആണ്, ബിൽഡ് ആണ്. ഫ്രേസൽ വെർബ് നോട്ട് അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ നോട്ട് തരണോ? അത് എഴുതിയെടുത്തോളൂ, ഞാൻ പറയാം. അത്യാവശ്യം കുറച്ച് എഴുതുക. ടേക്ക് ഓഫ് അറിയാലോ, സിമ്പിൾ അല്ലേ ടേക്ക് ഓഫ്. ഫ്രേസൽ വെർബിന് നോട്ട് തന്നാ മതിയോ? ഞാൻ അപ്ലോഡ് ചെയ്താൽ മതിയാവോ? മലയാളം മീനിങ്സും കൂടെ ഒന്ന്. മലയാളം വേണം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാ പറയാ. The officer asked the assistant to dash the file. അതാണ് ക്വസ്റ്റ്യൻ. The officer asked the assistant ഇതാണ് ക്വസ്റ്റ്യൻ. The officer asked the assistant to dash the file. ഓപ്ഷൻസ് വരുന്നത് put in
Put up. Put off. Put out. Answer ഏതായിരിക്കും? Put in, put up, put off, put out. The office asked the assistant to judge the file. Sentence in meaning എന്താണ്? അസിസ്റ്റന്റിനോട് ഓഫീസർ പറഞ്ഞു ആ ഫയൽ എടുക്കാൻ പറഞ്ഞു. ഇതില് എടുക്കുക എന്ന മീനിങ് എന്താ വരാ? എടുക്കുക. പുട്ടപ്പാണ്. പുട്ടപ്പ്. എടുക്കുക. ബിൽഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞില്ലേ? എടുക്കുക. പുട്ടപ്പ്. നിങ്ങൾക്ക് ഇതിന് മലയാളം മീനിങ് കൂടെ വേണം എന്നാണ് പറയുന്നത് അല്ലെ? ഇംഗ്ലീഷ് വേണ്ട, മലയാളം മതി. രണ്ടും വേണം. വേണം. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ക്ലാസ്സില് നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്ത് തന്നാ പോരെ? അതല്ലേ നല്ലത്? എഴുതിയെടുക്കുമ്പോ ടൈം കുറച്ച് വേസ്റ്റ് ആവുകയാണ്. നിങ്ങൾ നേരത്തെ ചോദിക്കുന്നേ ഏത് പോർഷൻസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അതിനനുസരിച്ച് നോട്ട് റെഡിയാക്കാം. ഓക്കെ, ഫ്രേസൽ വെർബ് വേണം അടുത്ത ക്ലാസ്സിൽ അല്ലെ? വേറെ ഏതാ വേണ്ടേ? ഏത് പോർഷനാ വേണ്ടേ? മനസ്സിലാവാതെ ഏത് പോർഷൻ ഉണ്ടോ? അറിയൂ. ദിവ്യ, ഇഡിയംസിന്റെ എന്തോ ഇഡിയംസ് കൂടെ വേണം. നിങ്ങൾക്ക് പിന്നെ എടുത്തതിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ള പോർഷൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ ഒരുവിധം കവർ ചെയ്തതിലും എന്തെങ്കിലും ഡൗട്ട് ഉള്ളത് ഉണ്ടോ? ഇഡിയംസിന്റെ മലയാളം പിന്നീട് കാര്യമില്ലല്ലോ, ഇംഗ്ലീഷ് തന്നെ വേണ്ടേ? ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലേ വരുള്ളൂ അല്ലേ? ഇഡിയംസ് ഒരുപാടുണ്ട്. അത്യാവശ്യം കുറച്ച് ഇഡിയംസ് ഞാൻ ചെയ്തുതരാം. ഇഡിയംസും ഫ്രേസൽ വെർബും അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം. അത് നിങ്ങൾക്ക് ശരിക്കും നോട്ട്സ് തന്നാൽ മതിയാകും, തനിയെ പഠിക്കേണ്ടതല്ലേ. അല്ലാതെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് എന്തെങ്കിലും ഡൗട്ടുള്ള പോർഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? എല്ലാം ക്ലിയർ ആയോ? ഇംഗ്ലീഷിന് ഡൗട്ട് ഒന്നുമില്ല? ടെൻസസ് എല്ലാം ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. ഇനി ഏതാണ്? ദോഷമൊന്നുമില്ല ഇനി? ഈ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്താൽ മതിയാവോ? PSC ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതിയാവോ? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ അത് മതിയല്ലേ?
കാര്യങ്ങൾ ഡൗട്ട് ഒന്നുമില്ല. ഒരുവിധം പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിരുന്നില്ലേ? ആർട്ടിക്കിൾസ് മാത്രം എടുത്തിട്ടില്ല. ആർട്ടിക്കിൾ എടുത്തിട്ടില്ല. ഇല്ല. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് ആർട്ടിക്കിൾ നോക്കാം. ഇതേപോലെ എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നോക്കി വെക്കൂട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ് ആർട്ടിക്കിൾ നോക്കാം. ആർട്ടിക്കിൾ മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നോക്കി വെക്കോ? ഏതെടുക്കണെന്ന് വെച്ചാൽ അതിന്റെ അത് നോക്കി വെക്കായിരുന്നു മുന്നേ പറയുകയാണെങ്കില്. ആർട്ടിക്കിൾ നോക്കാം, അടുത്ത ക്ലാസ്സിൽ ആർട്ടിക്കിൾ നോക്കാം നമുക്ക്. ഓക്കെ, ഓക്കെ. ആർട്ടിക്കിൾ ഡീറ്റെയിൽ നോക്കാം. ഇനിയിപ്പോ ഏതെങ്കിലും പോർഷൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോക്കിയിട്ട് വരും. നമ്മൾ എടുക്കാത്ത ഏതെങ്കിലും പോർഷനോ ഡൗട്ടുള്ള പോർഷനോ എന്നെല്ലാവരും നോക്കിയിട്ട് വന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് നോക്കാം. കോൺഗ്രഡ് കഴിഞ്ഞു, ക്വസ്റ്റ്യൻ ടാഗ് കഴിഞ്ഞു, ടെൻസ് കഴിഞ്ഞു, ആക്റ്റീവ് കഴിഞ്ഞു, സ്പീച്ച് കഴിഞ്ഞു, പിന്നെ നൗണും എല്ലാം കഴിഞ്ഞു, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ കഴിഞ്ഞു. ഒരുപാട് പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ചോദിക്കും ഞാൻ നിങ്ങളോട് എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നില്ല. ഇപ്പൊ ഫ്രേസൽ വേർബും ഇഡിയംസും ഞാൻ ക്ലാസ്സിൽ നോട്ട് തരും, അപ്പൊ അതും കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ വേണ്ടേ? ആർട്ടിക്കിൾ അടുത്ത ക്ലാസ്സിൽ എടുക്കും. ഇനിയിപ്പോ എന്താ? ക്ലാസ് നിങ്ങൾക്ക് ഞാൻ എടുക്കുന്നത് മനസ്സിലാവുന്നില്ലേ? ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് എനിക്ക് ഡൗട്ട് വരാം, എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? കളക്റ്റീവ് നൗൺസ് ഒക്കെ അറിയോ? കളക്റ്റീവ് നൗൺസ് എന്താണ്? കളക്റ്റീവ് നൗൺ എന്താണ്? ഒരു കൂട്ടത്തിനെ സൂചിപ്പിക്കുന്ന. കളക്റ്റീവ് നൗൺ. ഹേർഡ് എന്ന് പറയുന്നത്. അപ്പൊ കളക്റ്റീവ് നൗൺസ് കൂടെ വേണ്ടേ? ഒരുപാട് കളക്റ്റീവ് നൗൺസ് ഉണ്ട്, അതുകൂടെ വേണ്ടേ? പഠിക്കണ്ടേ? ഇതെല്ലാം ശരി, നമുക്ക് നോട്ട് തന്നാൽ മതിയാവും. ക്ലാസ്സിൽ വെറുതെ എടുത്ത് പോയിട്ട് കാര്യമില്ല. നോട്ട് തന്നിട്ട് നമുക്ക് ഇവിടെ പറയാം, അല്ലേ? കോക്കിന്റെ ഇപ്പൊ ഞാൻ കുറച്ച് മാസ്കുലിൻ പറയാം, അതിന്റെ ഫെമിനിൻ പറയാമോ ആരെങ്കിലും? ഹീറോ, ഹീറോ. അതിന്റെ ഫെമിനിൻ എന്താ? ഹീറോയിൻ. 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 ജെന്റിൽമാൻ. ജെന്റിൽമാൻ. ജെന്റിൽമാന് ലേഡിയാണ്, ലേഡി. ഓക്കെ. കോക്ക്, കോക്ക്. ഹെൻ. ഹെൻ. കോക്കിന്റെ ആരാ?
കോക്കിന്റെ എന്താ വരാ? കോക്ക്. കോക്ക് ഹെന്നാണ്. ഹെൻ. ബുള്ളാണെങ്കിലോ? ബുൾ. cow, ബുൾ കൗ. മോങ്ക്. മോങ്ക് ആണെങ്കിലോ? മോങ്ക്. 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 MONK. മോങ്ക്. മങ്ക്. മങ്കോ. മങ്കോ. എന്താ വരാ? MONK. നണ്ണാണ് വരെ. നൺ. പീകോക്ക്. പീകോക്ക് എന്താ? Peahen. Peahen. Nephew. Nephew. Niece. Niece. Emperor. 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 empress, Empress. Empress. Horse. mare, Horse. Mare. Mare. Host. 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 Hostess. Hostess ആണ്. Priest. Priest. Priest എന്താ? Priestess ആണ്. Priestess. സ്പെല്ലിംഗ് പറഞ്ഞോ? അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യണോ? ടൈഗർ. ടൈഗർ എന്താ? Tigress. Tigress. Sir. Sir. madam, Madam. Prince. Prince. Princess. 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 Widower. Widower. Widow. Widow. Dog. Bitch. Bitch. Master. Master. mistress, Mistress. അപ്പോ ജെൻഡർ എന്തായാലും ഏകദേശം അറിയാല്ലേ? മസ്കുലിൻ ആൻഡ് ഫെമിനൈൻ ഏകദേശം കറക്റ്റ് ആണ്. സോ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആർട്ടിക്കിൾ നോക്കാം. കുറച്ച് നോട്ട്സ് ഞാൻ അല്ലാണ്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ആർട്ടിക്കിൾ നോക്കിയിട്ട് വരാൻ ആഗ്രഹം. എന്തെങ്കിലും ഡൗട്ട് ഉള്ള പോർഷൻ ഉണ്ടെങ്കിലും നോക്കിയിട്ട് വരാം. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറയാം. ഓക്കെ ഓക്കെ, താങ്ക് യു. Thank you, Miss.